വ്യാജ ആധാരമുണ്ടാക്കി സ്ഥലം മറിച്ചു വിറ്റവർക്കെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന് പാലക്കാട് സ്വദേശി എസ് ചൊക്കലിംഗംപിള്ള ആരോപിച്ചു. പരമ്പരാഗതമായി ലഭിച്ച കുടുംബസ്വത്താണ് പുതുനഗരം പടിക്കൽപ്പാടം BV രാജാറാം വ്യാജാധാരം നിർമ്മിച്ച് തട്ടിയെടുത്തതെന്ന് ചൊക്കലിംഗംപിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ സ്വത്ത്, എന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശന്റെയും സ്വത്ത് 5 അവകാശികൾ ചിറ്റൂർ കോടതി മുനിസിപ്പൽ വിധിയായത്. മുനിസിപ്പൽ കോടതി വിധിയില്ലാതെ അവരെങ്ങനെ സർ കള്ളാധാരം ഉണ്ടാക്കുക? ആധാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അടിയാധാരം പരിശോധിക്കുമല്ലോ. സബ് രജിസ്ട്രാർ ഓഫീസർ അടിയാധാരം പരിശോധിക്കും, വില്ലേജ് ഓഫീസ് പോക്ക് വരവ് അതെല്ലാം നോക്കുമല്ലോ സർ. ഇത് വേണമെന്ന് വെച്ച് കൽപ്പിട്ട് ചെയ്തതാണ്. 2010 മുതൽ 2025 വരെ നടന്നിട്ട് ജില്ലാ കളക്ടർ, RDO, തഹസിൽദാർ, ചീഫ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, ചീഫ് മിനിസ്റ്റർ, ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്റർ ഉള്ളപ്പോൾ, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ഉള്ളപ്പോൾ എവിടെയെല്ലാം പോയി ഒരു നടപടിയില്ല. കേരള ഗവർണർക്ക് കൊടുത്തും നടപടിയില്ല. രാഷ്ട്രപതി കൊടുത്ത പരാതി വന്നാലും കേസെടുക്കില്ല. കൊല്ലംകോട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടപടിയേ ഇല്ല. കള്ളാധാരം ഉണ്ടാക്കിയാൽ കേസല്ലാതെ സിവിൽ നാച്ചറാണെന്നാണ് പറയുന്നത്. ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. ഒരു IAS ഓഫീസറോ IPS ഓഫീസറോ നമ്മൾ പരാതി കൊടുത്താൽ പരാതിക്ക് എന്തെങ്കിലും റീസൺ പറയണ്ടേ? അല്ലെങ്കിൽ കേസ് എടുത്തോ, അല്ലെങ്കിൽ കോടതിയിൽ പോകാൻ പറഞ്ഞു. ചിറ്റൂർ മുനിസിപ്പൽ കോടതിയിൽ പോയി, മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, ജില്ലാ കോടതിയിൽ പോയി, സുപ്രീം കോടതിയും അയച്ചു. ഇനി ഏത് കോടതിക്കാണ് പോകേണ്ടത്? അവരുടെ ജോലി സർവീസുള്ളവർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ വിടുമോ? കള്ളാധാരം ഉണ്ടാക്കിയത് പോട്ടെ, ഒരു സർവീസിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും ഡിഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടുമോ? നീതിയില്ലേ സാർ? പാലക്കാട് ജില്ല ബാക്ക്വേർഡ് ജില്ല ആയതുകൊണ്ടാണോ നീതിയില്ലാത്തത്? കൊല്ലങ്കോട് സബ് രജിസ്ട്രാറിന് കീഴിലെ വെള്ളംതറയിലെ 22 സെന്റ് സ്ഥലമാണ് വ്യാജാധാരം നിർമ്മിച്ച് തട്ടിയെടുത്തത്. പോക്കുവരവ്, അടിയാധാരം, പട്ടയം എന്നിവ പരിശോധിക്കാതെയാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ കൊല്ലങ്കോട് രജിസ്ട്രാർ ഓഫീസിനെ ഒഴിവാക്കി പാലക്കാടാണ് രജിസ്ട്രാർ ചെയ്തിരിക്കുന്നത്. വ്യാജ ആധാര നിർമ്മിതിക്കെതിരെ പോലീസ്, മുഖ്യമന്ത്രി, ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാവുന്നില്ല. ഉദ്യോഗസ്ഥരും ആധാരമെഴുത്തുകാരനും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നീതിക്കായി കഴിഞ്ഞ 15 കൊല്ലമായി അലയുകയാണെന്നും ചൊക്കലിംഗംപിള്ള പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.